ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഇൻ്റഗ്രേഷൻ്റെ ഉദ്ഗ്രഥനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യപേപ്പർ തന്നെയാണ്. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പറിലോട്ട് പോകാം. 1ാമത്തെ പ്രവർത്തനം ആമിയുടെ ഡയറി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ എഴുതുക. വായിക്കൂ, കണ്ടെത്തി എഴുതൂ. ഞാൻ ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ്? വീട്ടിൽ പോയത് ആമിയിലെ. അണ്ണൻ എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്തു? ചാടിക്കളിക്കുന്നു. ചിലന്തി എവിടെയാണുള്ളത്? ചിലന്തി വലയിൽ. തോട്ടത്തിലുള്ള ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതുക. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് പേര് പറയണത്? അതെ, പേര, തെങ്ങ് ഒക്കെ പറയുന്നുണ്ടല്ലേ, അത് മരങ്ങളുടെ പേരാണ്. 5ാമത്തെ ചോദ്യം, ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി എഴുതുക. അതായത് ഇവിടെ ചിത്രം കണ്ടോ, തത്തമ്മ പൊത്തിൽ നിന്ന് നോക്കുകയാണ് അല്ലേ. ഇതിന് കറക്റ്റ് സെന്റൻസ്, അതായത് വാക്യമാണ് എഴുതേണ്ടത് കേട്ടോ. വരി, തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു, അത് എഴുതുക. കണ്ടില്ലേ, എത്ര എളുപ്പമല്ലേ? എടുത്തെടുത്ത് എഴുതിയാൽ മതി. വൃത്തിയായിട്ട് വായിച്ചു നോക്കി ഉത്തരം എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം അഴകുള്ള തോട്ടം. ഈ കാണുന്ന തോട്ടത്തിന് എന്ത് ചെയ്യാനാ പറയുന്നത്? നിറം കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. നിറം കൊടുക്കണ പ്രവർത്തനമാണ് 2ാമത്തെ. നിറം കൊടുക്കണ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലെ കളേഴ്സ് ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് നിറം കൊടുക്കുക. അടുത്ത 3ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവർ ആരെല്ലാം. പറയുന്നത് ആര്? ജീവികളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. 1ാമത്തെ, മരത്തിൽ കൂടുണ്ടാക്കും. വാഴനാര്, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. ആരാണ്? അതെ, കുരുവി അല്ലേ. അടുത്തത്, മെഴുകു കൊണ്ടുള്ള കൂട്. കൂട്ടിൽ ഒത്തിരി അറകളുണ്ട്. ആരാ? തേനീച്ച. ഓക്കെ. അടുത്തത്, മണ്ണ് തുരന്ന് മാളം ഉണ്ടാക്കും. ആ മാളത്തിലാണ് താമസിക്കുന്നത്. മാളത്തിൽ കുറെ അറകളുണ്ട്. ആരാ? എലി. ഓക്കെ. അടുത്തത്, ഇവർ പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ഇതുപോലെ നമ്മുടെ ഉറുമ്പും കാക്കയും പറയുന്നത് എന്താന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഉറുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കും. കൂട്ടിൽ നിറയെ അറകളുണ്ടാകും. അടുത്തത്, കാക്ക എന്ത് പറയും? മരത്തിൽ കൂടുണ്ടാക്കും. എന്റെ കൂട്ടിൽ കുയിൽ മുട്ടയിടും. ആരുടെയാ? കാക്കയുടെ അല്ലേ. അടുത്ത 4ാമത്തെ പ്രവർത്തനം റോസ് ആപ്പിൾ ആൻഡ് ഗുവ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഗിവൺ ടു ആമി ആൻഡ് ജാനി ടു ഈറ്റ്. അതായത് നമ്മുടെ കണക്കാണ് കേട്ടോ. ഇത് ഇംഗ്ലീഷ് മീഡിയം ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം കൂട്ടുകാർക്കായിട്ട് മലയാളത്തിലും കൂടെ പറയാം. അപ്പോൾ ഇതെന്താണ്? ജാനിക്കും ആമിക്കും കഴിക്കാൻ കൊടുത്ത പഴങ്ങൾ എത്രയാണെന്നാ കൊടുത്തിരുന്നത്. ഗുവയും കൊടുത്തിട്ടുണ്ട്, റോസ് ആപ്പിളും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാനിക്ക് 8 ഗുവയും 6 ആപ്പിളും, ആമിക്ക് 12 ഗുവയും 7 ആപ്പിളും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എന്ന് വെച്ചാൽ ആകെ എത്രയാണ്. അപ്പൊ ഗുവ ആകെ എത്രയെന്ന് കണ്ടുപിടിക്കാൻ 8ഉം 12ഉം 8ഉം 12ഉം കൂടെ പ്ലസ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. 8 + 12, 8ഉം 12ഉം കൂടി ഉത്തരം എന്താണ്? 20, 20. അതേപോലെ റോസ് ആപ്പിൾ കൂട്ടിയിട്ട് ഉത്തരം പറയൂ. എത്രയാണ്? 6ഉം 7ഉം കൂട്ടിയാൽ 6 + 7. ആൻസർ എത്രയാ? അതെ, 15. ഓക്കെ. ഇത് ഇവർക്ക് കിട്ടി. തോട്ടത്തിൽ നിന്നും ആമിക്കും ജാനിക്കും എന്ത് കിട്ടി? ഇത്രയും 20 ഗുവയും 15 റോസ് ആപ്പിളും കിട്ടി അല്ലേ. ടേക്കൺ ഹോം, അവരെന്ത് ചെയ്തു? വീട്ടിലോട്ട് കൊണ്ടുപോയത്. കഴിക്കാൻ കിട്ടിയത് ഇത്രയും കിട്ടി. അവര് കുറച്ച് കഴിച്ചു, ബാക്കി അവർ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ജാനി 9 ഗുവയും 5 ആപ്പിളും, ആമി 9 ഗുവയും 9 ആപ്പിളും വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർ എത്ര വീട്ടിലോട്ട് കൊണ്ടുപോയി? ഇവിടെ വീണ്ടും ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ കാണുക വെച്ച് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, കൂട്ടണം. അപ്പോൾ 9 കൂട്ടണം 9, ഉത്തരം 18, 18. 5 കൂട്ടണം 9, ഉത്തരം 14, അതായത് 14. ജാനി ate only 3 ഗുവാസ് out of the given 8. How many ഗുവാസ് left? അതായത് ജാനി, അവൾക്ക് എത്ര ഗുവ കിട്ടി? 8 ഗുവ കിട്ടി അല്ലേ. 8 ഗുവ കിട്ടി അവൾക്ക് കഴിക്കാൻ. 8 ഗുവ കിട്ടിയതിൽ നിന്നും 3 ഗുവ അവൾ കഴിച്ചു. ബാക്കി എത്ര ഗുവയുണ്ടെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഗിവൺ ടു ഈറ്റ്, ജാനിക്ക് കഴിക്കാൻ എത്ര ഗുവ കിട്ടി? 8 കിട്ടി. ഗുവാസ് ഈറ്റൺ എന്ന് വെച്ചാൽ എത്ര ഗുവ അവൾ കഴിച്ചു? 3. ഗുവാസ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ബാക്കി എത്രയുണ്ട്. അപ്പൊ ബാക്കി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം, മൈനസ് ചെയ്യണം. 8ന്ന് 3 കുറയ്ക്കുക. ഉത്തരം എന്താണ്? 5, 5 അല്ലേ.
അടുത്ത പ്രവർത്തനം 5 തിളങ്ങുന്ന പൂക്കൾ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു എഴുതൂ, നിറം നൽകൂ. ചിത്രത്തിൽ നിറം കൊടുക്കണം. എന്നിട്ട് ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വരിയായിട്ട് എഴുതുക കേട്ടോ. വാക്യങ്ങൾ, വരി മീൻസ് വാക്യങ്ങളായിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ചിത്രത്തിൽ നക്ഷത്രങ്ങളും ചന്ദ്രനും കാണുന്നു. അതുപോലെ വാനത്തിൽ മേഘങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു മരം പടർത്തി അതിന്റെ കൊമ്പുകളിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. ഒരു മുയൽ ഊഞ്ഞാലാടുന്നു. മഴവില്ലും ഒരു ചെറിയ കുട്ടിയും കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് എഴുതുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്ന കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. താങ്ക് യു.